അണ്ണാക്കിലോട്ട്, അതല്ല അന്നനാളത്തിലോട്ട്. സ്പൈഡർമാൻ വല കുലുക്കാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ട്, അതോ ഒരു 1.5 കുലുക്കൽ തന്നെ. കോബലൊന്ന് പാറി നോക്കി, പക്ഷേ സ്പൈഡർമാൻ്റെ വല കുറച്ച് മുകളിലോട്ടായിരുന്നു, അതായത് പോസ്റ്റിലോട്ട്. അർജന്റീനയുടെ ഓരോ ഹേറ്റേഴ്സും മത്സരം 1-1 എന്ന സ്കോറിൽ പെനാൽറ്റിയിലോട്ട് പോകുമോ എന്ന് കരുതിയിരിക്കും. കാരണം കഴിഞ്ഞ മത്സരം കൊളംബിയയെ സ്വിറ്റ്സർലാൻഡ് തോൽപ്പിച്ചത് പെനാൽറ്റിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കിതൊരു അഡ്വാൻറ്റേജാണ്. എന്നാൽ പലർക്കും അവിടെ തെറ്റുപറ്റി. ഗോൾ ക്ഷാമം മുഖത്തടിച്ച സ്പൈഡർമാൻ എന്ന ജൂലിയൻ അൽവാരസ് അവിടെ അവതരിക്കുന്നു. ലോപ്പസ് വെച്ച് കൊടുത്ത പന്തിനെ മുന്നോട്ടൊന്ന് നീക്കിക്കൊണ്ട് ബോക്സിന് പുറത്തുനിന്ന് സ്പീഡും കർവും ഒപ്പം ചേർന്നുകൊണ്ടുള്ള ഒരു മനോഹരമായ കിക്ക് എടുക്കുന്നു. അത് നേരെ വലയിലോട്ട് പോകുന്നു. അതെ, അൽവാരസ് അവിടെ അർജന്റീനയ്ക്ക് വേണ്ടി രക്ഷകനാവുകയാണ്. അർജന്റീനയ്ക്ക് വേണ്ടി അൽവാരസ് വല കുലുക്കാൻ കുറച്ച് ടൈം എടുത്തുവെങ്കിലും ഈ മത്സരം അൽവാരസ് കൊണ്ടുപോയി. ഈ മത്സരത്തിലെ ഹീറോ അൽവാരസ് തന്നെയാണ്. മത്സരശേഷം ജൂലിയൻ അൽവാരസ് ഇങ്ങനെ പറയുന്നുണ്ട്: മെസ്സിക്ക് വേണ്ടി അവർ എന്തും ചെയ്യും, അയാൾക്ക് വേണ്ടി പോരാടാൻ ഇവർ റെഡിയാണ്, ഈ 10 പേർ റെഡിയാണ്. കളിയുടെ അവസാന നിമിഷം അൽമാഡ കൊണ്ടുപോയി വെച്ച പന്തിനെ കോബൽ തട്ടിയെങ്കിലും ലൗതാരോ മാർട്ടിനസ് കൃത്യമായി ആ പന്തിനെ വലയിൽ കുലുക്കിയിട്ടുണ്ട്. 3-1 എന്ന സ്കോറിൽ അർജന്റീന സ്വിറ്റ്സർലാൻഡിനെ രാജകീയമായി തോൽപ്പിച്ച് കളയുന്നു. രാജകീയമായി സെമിയിലോട്ട് കടന്നു കളയുന്നു. മെസ്സിയെ എടുത്തു പറയാതിരിക്കാൻ കഴിയുക തന്നെയില്ല. മക്കാലിസ്റ്ററിന് ഒരു അസിസ്റ്റും ഈ മത്സരത്തിലെ ഉടനീളം അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. അയാളുടെ ഓരോ ചടുലമായ നീക്കങ്ങളും എതിരാളികളെ കുറച്ച് ടഫാക്കിയിട്ടുണ്ട്. അവർക്ക് നേരെ അദ്ദേഹം മികച്ചൊരു ആക്രമണം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. അർജന്റീനയുടെ കളിമികവ് ഒന്നും കൂടി ശ്രദ്ധിക്കാനുണ്ട്. മധ്യനിരയിലെ ഓരോ നീക്കങ്ങളും പായാവുന്നുണ്ട്, അതെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്ത വെല്ലുവിളി സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനോടാണ്. ആ മത്സരം എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക.